Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. പീച്ചാനിക്കാട് ഗവൺമെന്റ് UP സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി പ്രവർത്തനങ്ങളുടെ ഭാഗമായി വനിതകൾക്കും കുട്ടികൾക്കുമുള്ള സെമിനാർ നടത്തി. അഡ്വക്കേറ്റ് ജെൻസി ജോസ് ഷീ 2024 സെമിനാറിന് നേതൃത്വം നൽകി. ഭർത്താവിന്റെ പേരിലല്ലാത്ത വീട്ടിൽ പോലും ഈ സ്ത്രീക്ക് സ്വസ്ഥമായി അവിടെ ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഈ ഓർഡർ പ്രകാരം കിട്ടും. വേറെ ഒരു ആളുടെ പേരിലാണ്, നിന്റെ പേരിലല്ലല്ലോ വീട്, നീ ഇവിടുന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. ഭർത്താവ് ആ വീട്ടിൽ താമസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ സ്ത്രീക്ക് സമാധാനത്തോടെ ആ വീട്ടിൽ താമസിക്കാനുള്ള അവകാശമുണ്ട്. പ്ലാറ്റിനം ജൂബിലി നിറവിൽ നിൽക്കുന്ന പീച്ചാനിക്കാട് ഗവൺമെന്റ് UP സ്കൂളിൽ ജൂബിലി പ്രവർത്തനങ്ങളുടെ ഭാഗമായി വനിതകൾക്കും കുട്ടികൾക്കുമുള്ള സെമിനാർ നടത്തി. അഡ്വക്കേറ്റ് ജെൻസി ജോസ് സെമിനാറിന് നേതൃത്വം നൽകി. വാർഡ് കൗൺസിലറും മുൻ നഗരസഭാ ചെയർമാനുമായിരുന്ന റജി മാത്യു വിഷയാവതരണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്മി ജിജോ, മുൻ വാർഡ് കൗൺസിലർ സ്റ്റെല്ല ജോർജ്, ഹെഡ്മിസ്ട്രസ് ബീന പീറ്റർ, അധ്യാപിക നൈസി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. എവിടെയാണ് നമ്മൾക്ക് ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്ന മേഖലയിൽ തെറ്റായ രീതിയിലേക്ക് നമ്മുടെ പുരുഷന്മാരോടൊപ്പം നമ്മുടെ സ്ത്രീകൾ പോകുന്ന ഒരു കാഴ്ച കാണും. അതേപോലെ തന്നെ നമ്മുടെ കൗമാരത്തിൽ പലപ്പോഴും നമ്മുടെ കൗമാരക്കാർ പലപ്പോഴും അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയാൻ മുതിരുന്നില്ല. അപ്പൊ അത് നടക്കത്തില്ല. പക്ഷെ ഭർത്താവ് ആ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം അവള് വിവാഹം കഴിച്ച് കയറി വന്ന വീടാണത്, അല്ലെ? അവള് വിവാഹം കഴിച്ച് കയറി വന്ന വീട്ടിൽ അവർക്ക് സ്വസ്ഥവും സമാധാനമായിട്ട് താമസിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ കസ്റ്റഡി ഓർഡർ ഉണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഈ ആക്ട് പ്രകാരം. പക്ഷേ അത് പെർമനന്റ് അല്ല, താൽക്കാലികമായ കസ്റ്റഡി മാത്രമേ തരാറുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാല് കുഞ്ഞിന്റെ കസ്റ്റഡിയെ പറ്റിയുള്ള പ്രശ്നങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഫാമിലി കോടതികളാണ്, മജിസ്ട്രേറ്റ് കോടതികളല്ല. ഈ നിയമപ്രകാരം ഇപ്പം എന്റെ അടുത്ത് എന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞൊരു സ്ത്രീ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊടുത്ത് താൽക്കാലികമായി തിരിച്ചു മേടിച്ചു. ശ്രീമതി സ്റ്റെല്ല ജോർജ്, അങ്കമാലി നഗരസഭ. നമ്മുടെ ജീവിതമാണ് നമ്മൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഇത് ഞാൻ ആദ്യം ഇൻട്രഡക്ഷൻ പറഞ്ഞത് വക്കീൽ ഇന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവകാശമാണ് മൗലിക അവകാശം എന്ന് പറയുന്നത്. അത് മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കത്തക്ക രീതിയിലായിരിക്കരുത് ഞാൻ എന്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നത്. ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷോബി ജോർജ്, SMC ചെയർമാൻ KJ ജോയ്, MPTA പ്രസിഡന്റ് അനിത അജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ കാലഘട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ, സംരക്ഷണം നൽകുന്ന നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് സെമിനാറിൽ അവതരിപ്പിച്ചു. 200-ൽ പരം ആളുകളാണ് സെമിനാറിൽ പങ്കെടുത്തത്.